സകലജീവജാലക്കാരുടെയും ധനം അല്ലെങ്കിൽ അന്ത്യം വരെയും കർമ്മം ചെയ്തിന്ന സങ്കന ഇരിക്കുകയതല്ലാതില്ലൊന്നും നരനു ചെയ്യുവാൻ. കലിയുഗത്തിൽ ഒരു മനുഷ്യൻ അനുഷ്ഠിക്കേണ്ട മിനിമം കർമ്മപദ്ധതിയെ കുറിച്ചാണ് ശ്രീനാരായണ ഗുരു ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈശാവാസ്യോപനിഷത് ഭാഷ. ബെനറ്റ് ആൻഡേഴ്സന്റെ ഇമാജിൻ കമ്മ്യൂണിറ്റീസിൽ അദ്ദേഹം ദേശരാഷ്ട്രങ്ങളുടെ വ്യാപനത്തെക്കുറിച്ച്, ദേശീയതയുടെ ഉത്പത്തിയെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് 19-ാം നൂറ്റാണ്ട് കഴിഞ്ഞ് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ എല്ലാ ദേശരാഷ്ട്രങ്ങളും ഏതാണ്ട് ഒരേ കാലത്താണ് ഉണ്ടാകുന്നത്. ഈ ദേശീയതയുടെ പല കോണ്ടിനെന്റുകളിൽ, പല ഭൂഖണ്ഡങ്ങളിൽ ദേശീയ സമരങ്ങൾ നടക്കുന്നു. ഈ ദേശീയ സമരങ്ങളുടെ എല്ലാം സത്ത, ആകത്തുക എന്തായിരുന്നു എന്ന് വെച്ചാൽ, കൊളോണിയലിസത്തിനെതിരായിട്ട് അവർ കണ്ടെത്തിയത് അവരുടെ തന്നെ പൗരാണികമായ ആത്മസത്തയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവരുടെ ഭാഷയിൽ, അവരുടെ ജ്ഞാനത്തിൽ സ്വരൂപിക്കപ്പെട്ടിരുന്ന ജ്ഞാനസത്തയെ അവർ കണ്ടെത്തുകയായിരുന്നു. ഇത് ബെനഡിക്ട് ആൻഡേഴ്സൺ പറയുന്നു, വേർണക്കുലർ ലാംഗ്വേജസിലൂടെയാണ് അവരത് സ്വരൂപിച്ചത്. അതായത് പ്രാദേശിക ഭാഷകളിലൂടെ തങ്ങളുടെ പൗരാണിക ജ്ഞാനസത്തയെ അവർ കണ്ടെത്തുകയായിരുന്നു. ഇങ്ങനെ പ്രാദേശിക ഭാഷയിലൂടെ പൗരാണികമായ ജ്ഞാനസത്തയെ കണ്ടെത്തുന്ന ഒരു പ്രക്രിയ മലയാളത്തിൽ ഏറ്റവും ഗംഭീരമായി ആവിഷ്കരിച്ച ഒരാൾ ശ്രീനാരായണ ഗുരുവാണ്. തമിഴിൻ്റെയും മലയാളത്തിൻ്റെയും ഏറ്റവും ഇമ്പമുള്ള വാമൊഴിയിലേക്ക് ഉപനിഷത്തിൻ്റെ ജ്ഞാനരൂപത്തെ, ജ്ഞാനസത്തയെ ആവാഹിച്ചെടുത്തും അത് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ, അവരുടെ ഭൗതിക ജീവിതത്തിൽ പ്രയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ആവിഷ്കാര മാതൃകകളായി പകർന്നു എന്നുള്ളതാണ് ശ്രീനാരായണ ഗുരു 20-ാം നൂറ്റാണ്ടിനോട് ചെയ്തത്. 20-ാം നൂറ്റാണ്ടിൻ്റെ ജ്ഞാനസത്തയെ മതാതീതമായ ആത്മീയതയായി വികസിപ്പിച്ചു